നമ്മളിന്ന് ഉണ്ടാക്കാൻ പോണത് ഇഞ്ചിമ്പുളിയാണ്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് ഞാൻ നോക്കിയാലോ. ആദ്യം തന്നെ ഒരു പാത്രം അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഞാൻ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. മഴ കാരണം വെളിച്ചെണ്ണ നല്ല കട്ടിയാണ്. അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അത് ചൂടായി വന്നു കഴിഞ്ഞാൽ നമുക്ക് ബാക്കി ഇൻഗ്രീഡിയൻസ് ഒക്കെ അതിലിടാം. അപ്പോൾ നമ്മുടെ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുക്കാം. കടുക് പൊട്ടി വരുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കണം. ഞാൻ ഉലുവ ഇട്ട് കൊടുത്തു. അതിലേക്ക് വേപ്പില ഇട്ട് കൊടുക്കണം. ഉണക്കമുളക് ഇട്ട് കൊടുക്കണം. ഇഞ്ചി പച്ചമുളക് അരിഞ്ഞത് ഇട്ട് കൊടുക്കണം. ആദ്യം ഇഞ്ചി ഇട്ട് കൊടുക്കാം. അതിനുശേഷം നമുക്ക് പച്ചമുളക് അരിഞ്ഞിട്ട് ഇട്ട് കൊടുക്കാം. ഒരു വലിയ കഷ്ണം, അതായത് ഏകദേശം 50 ഗ്രാം വരുന്ന ഇഞ്ചിയും ഒരു 15 പച്ചമുളകും ഞാൻ അരിഞ്ഞിട്ടുണ്ട് കേട്ടോ. അത്രയും നമുക്ക് അരിഞ്ഞു കൊടുക്കണം. അതിൻ്റെ പച്ചമണം മാറുന്ന വരെ ഒന്ന് ചെറുതായിട്ട് വഴറ്റി കൊടുക്കാം. അപ്പോൾ ഏകദേശം വഴറ്റിയിട്ട് വന്നിട്ടുണ്ട്. ആ പച്ചമണം മാറുന്ന വരെ വഴറ്റിയെടുക്കണം കേട്ടോ. 5 മിനിറ്റും കൂടി വഴറ്റണം നമുക്ക്. കാരണം പച്ചമുളകിൻ്റെ ആ കളറൊക്കെ ഒന്ന് മാറി വരും. അതുവരെ നമ്മളിതൊന്ന് വഴറ്റി കൊടുക്കണം കേട്ടോ. ഓരോരുത്തരും ഓരോ രീതിയിലായിരിക്കും ഇഞ്ചിമ്പുളി വെക്കുക. ഞാൻ ഉണ്ടാക്കുന്ന രീതിയാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതുപോലെ ഒരു വട്ടം നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കൂ. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയൂ കേട്ടോ. ഇതിൽ വേറെ ടേസ്റ്റാണ് ഈ പുളിയിഞ്ചിക്ക്. നിങ്ങളൊന്ന് ഉണ്ടാക്കി നോക്കണം എന്തായാലും കേട്ടോ. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കായംപൊടി ചേർക്കണം. പച്ച കായം പൊടിച്ച് തന്നെയാണ് ഞാൻ ആച്ചിയുടെ കായംപൊടി കേട്ടോ ചേർക്കണത്. അത് ചേർക്കുക. അത് നന്നായിട്ടൊന്ന് മൂത്ത് വരട്ടെ. അപ്പോൾ നമ്മുടെ ഇഞ്ചിയും പച്ചമുളകൊക്കെ നന്നായിട്ട് വഴഞ്ഞു വന്നിട്ടുണ്ട്. ഇനി നമുക്കതിലേക്ക് 100 ഗ്രാം പുളി പിഴിഞ്ഞത് 2-2.5 ഗ്ലാസ് വെള്ളത്തോളം ഞാൻ എടുത്തിട്ടുണ്ട്. അത്രയും വെള്ളത്തിൽ ഞാൻ പുളി പിഴിഞ്ഞതാണ് കേട്ടോ. അത് ഞാൻ ഇതിലേക്ക് ഒരു അരിപ്പത്തട്ട് വെച്ച് ഞാൻ അരിച്ചു കൊടുക്കുന്നുണ്ട്. 100 ഗ്രാം പുളിയുണ്ട്. ഒരു 2.5-3 കപ്പോളം ഏകദേശം ഞാൻ എടുത്തിട്ടുണ്ട്. അത്രയ്ക്കും വെള്ളത്തിലാണ് ഞാനിത് എടുത്തേക്കണത്. അത് ഞാനിത് അരിച്ചെടുക്കുകയാണ് കേട്ടോ. അരിച്ചെടുക്കണ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ നമ്മുടെ പുളിയുടെ ഇതൊക്കെ ഉണ്ടാവും. നമ്മൾ എങ്ങനെ പിഴിഞ്ഞെടുത്താലും പുളിയുടെ കഷ്ണങ്ങളൊക്കെ പെട്ടുപോകുന്ന വെച്ചിട്ടാണ് ഞാനിത് അരിച്ചെടുത്തേക്കണത് കേട്ടോ. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചി നന്നായി വറ്റി വരണം കേട്ടോ. ഏകദേശം ഒരു വറ്റിലാവുമ്പോഴാണ് നമ്മളിതിൽ മധുരത്തിനായി ശർക്കര ചേർക്കും. ഇപ്പോൾ ഇത് തിളച്ച് വരണേ ഉള്ളൂ. നമുക്കിത് തിളച്ച് വറ്റിയതിന് ശേഷം കാണാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ ഓണത്തിന് സദ്യക്ക് വേണ്ടിയിട്ടാണ് ഉണ്ടാക്കുന്നത്. കുറച്ച് നാൾ പഴകിയാലാണ് നമ്മുടെ പുളിയിഞ്ചിക്ക് ടേസ്റ്റ് കൂടുക. ഒരാഴ്ച മുൻപൊക്കെ ഉണ്ടാക്കി വെച്ചാൽ നല്ല ടേസ്റ്റിലിരിക്കും. അതും പഴംപൊളി വെച്ചിട്ടാണ് ഉണ്ടാക്കണമെന്ന് വെച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. നല്ല കറുത്ത കളറിൽ തന്നെ നമുക്ക് പുളിയിഞ്ചി കിട്ടുകയും ചെയ്യും. ഞാനിത് വീട്ടിൽ പോയപ്പോൾ അമ്മ പഴംപൊളി തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ പഴംപൊളി വെച്ചിട്ടാണ് ഞാനിത് ഉണ്ടാക്കിയത് കേട്ടോ. അപ്പം ഞാൻ 4 അച്ച് ശർക്കര ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇവിടെ നല്ല മധുരമുള്ള പുളിയിഞ്ചിയാണ് ഇഷ്ടം. അതുകൊണ്ടാണ് 4 അച്ച് ഇടുന്നത് കേട്ടോ. ഇതൊന്ന് ഇതിലേക്ക് മെൽട്ടായിട്ട് വരട്ടെ കേട്ടോ. അപ്പോൾ നമ്മുടെ പുളിയിഞ്ചിയൊക്കെ നന്നായിട്ട് വറ്റി വന്നിട്ടുണ്ട്. നമുക്കതിൽ ഇനി തീ ഓഫ് ചെയ്യാം. തീ ഓഫ് ചെയ്തതിന് ശേഷം ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. ഞാൻ ഒരു പിഞ്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് നിങ്ങളുടെ ആവശ്യത്തിന് ഉപ്പ് തോനെ വേണ്ടവർക്ക് ഉപ്പ് ഉപയോഗിക്കാം. ഞാൻ ഉപ്പ് തന്നെ ഇട്ട് കൊടുക്കാറില്ല. ഞാൻ മധുരം തന്നെയാണ് ഇടാറ് കേട്ടോ. അവസാന നിമിഷത്തിൽ മാത്രമാണ് ഒരു നുള്ള് ഉപ്പ് ഞാൻ ഇട്ട് കൊടുക്കുന്നുള്ളൂ. നമ്മുടെ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ഒരു ചെറിയൊരു ബൗളിലേക്ക് മാറ്റിയെടുക്കാം. അപ്പോൾ നമുക്കിത് സെർവ് ചെയ്യാനെടുക്കാം കേട്ടോ. അങ്ങനെ നമ്മുടെ നാടൻ പുളിയിഞ്ചി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഉണ്ടാക്കി നോക്കണം കേട്ടോ. ഈ ഓണത്തിന് എല്ലാവർക്കും ഈ രീതിയിലായിക്കട്ടെ പുളിയിഞ്ചി.